ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു ചെറിയ കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ പോയി. അപ്പോൾ ഇവിടെ സൺഡേ എല്ലാ സൺഡേസിലും സ്പെഷ്യലായിട്ട് ഇവിടെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ, സൺഡേ മാർക്കറ്റ്. അപ്പം നമ്മൾ പുറത്ത് പോയ ചെറിയ കാഴ്ചകളും പിന്നെ നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ മാർക്കറ്റിലെ കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിന്ന് മെയിനായിട്ട് പോകുന്നത് കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. പിന്നെ അതുപോലെ തന്നെ ഷാമികയ്ക്ക് നാളെ സ്കൂൾ തുറക്കും, തിങ്കളാഴ്ച സ്കൂൾ തുറക്കും, ഇന്ന് സ്കൂൾ തുറക്കും. അപ്പം ഷാമികയ്ക്ക് കുറച്ച് സാധനങ്ങൾ, സ്കൂളിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം മേടിക്കുന്ന എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അതെല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിയല്ലേ. അപ്പം അത്യാവശ്യം ചെറിയ കാഴ്ചകളും നമ്മൾ വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ പോകുമ്പോൾ കാണുന്നതാ ചെറിയ കാഴ്ചകളൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ ചെന്നത് യൂണിഫോം വാങ്ങിക്കാനാണ് കേട്ടോ. യൂണിഫോം നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മൾ പറയുന്ന കടയിലേക്കാട്ടോ നമ്മൾ പോണത്. നമുക്ക് വേണമെങ്കിൽ അവർ പറയാതെ നമുക്ക് ഇഷ്ടത്തിന് കടയിൽ പോയി വാങ്ങിക്കോ, മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതുകൊണ്ട് അവർ പറഞ്ഞ കടയിലേക്ക് നമ്മൾ പോയത്. പിന്നെ കടയിലേക്ക് കയറുമ്പോഴത്തേക്കിന് ഇവിടുത്തെ കടകളിലല്ല ഏതൊരു സ്ഥാപനത്തിൽ കയറിയാലുള്ളൊരു പ്രത്യേകത കേട്ടോ, നമ്മൾ നമ്മുടെ ചെരുപ്പ് ഒരു വെളിയിലിട്ടിട്ട് വേണം എവിടെ പോയാലും ഇങ്ങനത്തെ കടകളുടെ എല്ലാത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമ്മൾ ചെരുപ്പ് ഊരിയിട്ടാട്ടോ ഇവിടെ എല്ലാവരും അകത്ത് കയറ്റുന്നത്. അങ്ങനെ നമ്മൾ കടയിൽ പോയി യൂണിഫോമൊക്കെ ഇട്ട് നോക്കി, കറക്റ്റായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മാർക്കറ്റിലേക്ക് പോകണേ, കണ്ടില്ലേ കുറേ കൊട്ടകളും ഒക്കെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കോഴികളൊക്കെ ഇരിപ്പുണ്ട്, നാടൻ കോഴികൾ വിൽക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. ഈ നാടൻ കോഴികൾക്ക് വാങ്ങിക്കാൻ നിറയെ ആൾക്കാരാട്ടോ, എല്ലാവരും മിക്കവരും തന്നെ വാങ്ങിയിട്ട് പോകും. ഇതിന് നാടൻ കോഴിക്ക് ഏതാണ്ട് 500-600 ആ റേറ്റ് ആട്ടോ ഒരെണ്ണത്തിന്. തൂക്കിയല്ല കൊടുക്കുന്നത്, ഒരെണ്ണത്തിൻ്റെ റേറ്റാണ് 500-600 ആ റേറ്റ്. കുറേ ഇങ്ങനെ ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഒരു 4:30-5 മണി ആ സമയമൊക്കെ ആയി നമ്മൾ മാർക്കറ്റിലേക്ക് പോയപ്പോൾ തന്നെ. അപ്പോഴേക്കും മാർക്കറ്റ് ഫുള്ള് തിരക്കാട്ടോ. എല്ലാവരും ഉച്ച കഴിയുന്ന ആ സമയത്താണ് മാർക്കറ്റിലേക്ക് വരുന്നത്. കാരണം ഉച്ച സമയത്തൊക്കെ വന്നാൽ ഭയങ്കര വെയിലും ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വെയിൽ കുറയാൻ വേണ്ടി നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും മാർക്കറ്റിൽ വരുന്ന സമയമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയപ്പോഴത്തേക്കിനും അത്രയ്ക്ക് തിരക്കില്ല, എന്നാലും നല്ല തിരക്ക്. നമ്മൾ മേടിച്ച് സാധനമൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കിനും നല്ല തിരക്ക് വന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പഴം വാങ്ങിക്കുകയാണേ. കൂട്ടിയിട്ടിരിക്കുന്ന പഴത്തിൽ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ മുറിച്ച് തരും കേട്ടോ. നമുക്ക് ഏത് പഴമാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആ പഴം നോക്കി അവരിങ്ങനെ മുറിച്ച് തരും കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന പഴം വേണമെന്ന് പറഞ്ഞ് ഇത്ര കിലോ പഴം വേണമെന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് അവർ മുറിച്ച് തരുന്നതിലും നല്ലതല്ല. നമുക്കിഷ്ടമുള്ള പഴം നോക്കി നമുക്കെടുത്ത് അവരത് മുറിച്ച് തരുന്നതും. പിന്നെ കുറച്ച് തക്കാളിയൊക്കെ വാങ്ങിക്കുക കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക, ഷാമികയുടെ അച്ഛനും കൂടെ പച്ചക്കറിയൊക്കെ പെറുക്കി എടുക്കുക കേട്ടോ. പിന്നെ കണ്ടില്ലേ മാർക്കറ്റിലെ തിരക്കൊക്കെ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ പോരാൻ ഇറങ്ങിയപ്പോഴത്തേക്കിന് ഭയങ്കര തിരക്കായേ, കാരണം വെയിലൊക്കെ കുറഞ്ഞ സമയമായതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ വാങ്ങി, കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. കുറച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഉണക്കമീൻ കണ്ടില്ലേ വിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മീൻ മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു നമുക്ക് മീനൊക്കെ ഇങ്ങനെ തൂക്കിയല്ല കൊടുക്കുന്നത്, ഇതുപോലെ ഓരോ കൂട്ടമായിട്ടായിരുന്നു. അതുപോലെ തന്നെ കേട്ടോ ഉണക്കമീനും കൊടുക്കുന്നത്, ഇങ്ങനെ ഓരോ കൂട്ടമായിട്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് മാങ്ങകൾ ഇരിപ്പുണ്ട്. കുറച്ച് മാങ്ങയൊന്നുമല്ല കേട്ടോ, ആ ഒരു ഏരിയ ഫുള്ള് മാങ്ങയാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ കുറച്ചേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ തന്നെ ഭയങ്കര മാങ്ങയുടെ നല്ല മണം വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്